അസ്സലാമലൈക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഖത്തറിൽ നിന്ന് ജയിൽ ജീവിതവും കഴിഞ്ഞ് അവിടെ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ചെന്നോടത്തെല്ലാം അടിയും ഭക്ഷണവും ഇല്ലായ്മയാണല്ലോ. അങ്ങനെ ആയപ്പോൾ എനിക്ക് വിഷമം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത് ഒരു ചെറുക്കനുണ്ട്. അവനോട് പറഞ്ഞേ, ചേച്ചി ഒരു കാര്യം ചെയ്തോ, അവനെങ്കാട് വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് കൽപ്പന കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ പോയി ശീലമൊന്നുമില്ല കേട്ടാ. അപ്പം ഞാൻ അവനോട് വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ ഇന്നമാതിരി പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കൽപ്പന കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല ശത്രുദോഷമുണ്ട്, ഭയങ്കരമായ തടസ്സങ്ങളാണ്, അതുകൊണ്ട് 21 കർമ്മം ഇവിടെ ചെയ്യുക. പിന്നെ ഒരു ചാത്തൻ കോഴീനെ പിടിച്ച് വീട്ടിലിട്ട് വീട് 4 വശം 11 വട്ടം ഒഴിഞ്ഞ് അതും കൊണ്ടുവരാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം പോയി വഴിപാടും ചെയ്തു, കോഴീനെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു അങ്ങനെ വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മസ്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അച്ചായനെ വിളിച്ചു. അപ്പോൾ ആ അച്ചായൻ പറഞ്ഞു, ലീല ഞാൻ നാട്ടിൽ വരികയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ ഒരു കടയിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ എനിക്ക് തന്നു. അപ്പം ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ആ കടയിലേക്ക് വിളിച്ചു. പക്ഷേ ആ കടയിലേക്ക് വിളിച്ചപ്പോൾ നമ്പർ തെറ്റി വേറൊരാൾക്ക് പോയി. അതൊരു ഓഫീസായിരുന്നു, എനിക്കറിയില്ല. അപ്പം ഞാൻ നമ്പർ തെറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തേലും ചോദിച്ചു. എനിക്കൊരു വിസയുടെ ആവശ്യത്തിനാണ്. അയ്യോ, അപ്പോൾ ഇതൊന്നും വിസയുടെ ഓഫീസാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പേര് എന്ന് ചോദിച്ചു. ഞാൻ ലീല എന്ന് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, നല്ലൊരു സ്പോൺസറെ കിട്ടിക്കഴിഞ്ഞാൽ വിസ റെഡിയാക്കി അയക്കാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞാൽ നമ്പർ അങ്ങോട്ട് കിടക്കെ കൈമാറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളി വന്നിട്ട് പറഞ്ഞു, സ്പോൺസർ റെഡി ആയിട്ടുണ്ട് ലീല, ഒരു 60,000 രൂപ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വീട് തൃശ്ശൂർ. അപ്പോൾ എൻ്റെ വീടും തൃശ്ശൂർ. അപ്പോൾ അറിയുന്ന സ്ഥലം അടുത്തടുത്താണ്. ആളുടെ ഭാര്യ വീടാണ്. അപ്പം ഭാര്യ വീട്ടിൽ കാശ് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഭാര്യ വീട്ടിൽ കാശ് അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ആഴ്ചയിൽ എനിക്ക് വിസ വന്നു. അപ്പോൾ എന്നോട് അവനെ കാട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണിക്ക വെച്ചിട്ട് ഓരോ രൂപ ഇട്ട് വയ്ക്കുക, എന്നിട്ട് അത് ഇവിടേക്ക് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞു. മസ്കറ്റ് ചെന്നു. അപ്പോൾ ഇവിടുത്തെ 1 രൂപ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മിയ എന്ന് പറയും, അത് 10 രൂപയാണ്. പക്ഷേ ഞാൻ എന്നാലും അതിങ്ങനെ ഓരോ രൂപയാണ് ഞാൻ അവിടെ ഇട്ട് വയ്ക്കുക. അങ്ങനെ എനിക്ക് ടിക്കറ്റൊക്കെ അയച്ചെന്ന് ഞാൻ ഇവിടെ നിന്ന് ചെന്നു. ബാലേട്ടൻ്റെ വീടാണ്, അവർ ഫാമിലി താമസിക്കുകയാണ്. അവിടെ ചെന്നു. അവിടെ രാത്രി 12 മണിക്കാണ് എത്തുന്നത്. ഫോട്ടോ കണ്ടിട്ട് എന്നെ ബാലേട്ടൻ കൊണ്ടുപോയി അവരെ വീട്ടിൽ ചെന്നു. കിടക്കാനുള്ള സൗകര്യമൊക്കെ ശരിയാക്കി തന്നു. ഞാനിവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി അതൊക്കെ അവിടെ കൊടുത്ത് അങ്ങനെ രാവിലെ നേരം വെളിച്ചാകുമ്പോൾ എണീച്ചപ്പോൾ അടുത്ത റൂമിൽ നിന്ന് ഭയങ്കര സംസാരം കേൾക്കണം. അപ്പോൾ ഞാൻ മലയാളികളാണല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മലയാളി പെണ്ണുങ്ങളാട്ടാ. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ ഇവിടെയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വീടൊന്നും ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്, ബാലേട്ടൻ്റെ വിസയിൽ വന്നവരാന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. ബാലേട്ടൻ എന്ത് പറഞ്ഞു, ലീല വേഗം റെഡിയാക്കി ഓഫീസിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. റെഡിയായി ഓഫീസിൽ നിന്നിരുന്നപ്പോഴേക്കും എനിക്ക് അന്വേഷിച്ചു വന്നു, ഒരു ജോലിക്കാരിനെ കിട്ടണമെന്നും പറഞ്ഞു. ഒരു 3 മാസത്തേക്ക് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ബാലേട്ടൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, കുക്കിംഗ് അറിയാം, ഭാഷ അറിയാം, എല്ലാം അറിയാം. ശരിയെന്നും പറഞ്ഞ് എന്നെ ശമ്പളം 80 കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി 3 മാസം അവിടെ നിൽക്കുകയാണ്. ഒരു തള്ളേനെ നോക്കലുള്ളൂ കേട്ടോ. തള്ളേനെ ബാത്റൂമിൽ കൊണ്ടുപോവുക, അതിനെ കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പം എനിക്ക് ഡബിൾ ശമ്പളമുണ്ട്. അങ്ങനെ അവിടെ നിന്നപ്പോൾ അവിടുത്തെ ജോലിക്കാരി വരികയാണ്. അപ്പം എന്നോട് പറഞ്ഞു, നീ എന്താ ചെയ്യലില്ല, ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട്, അവിടേക്ക് ആക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരാക്കി തന്നു. അവിടെയും പോയി 2 മാസം നിന്നു. അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരും ലീവ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു വീട്ടിൽ ആരംഭിച്ച് ഗർഭിണിയായിരിക്കണം. അവൾ പ്രസവിച്ച് കഴിഞ്ഞ് 2 ജോലിക്കാരി വേണം. അവർക്ക് സ്ഥിരമുണ്ട് ശ്രീലങ്ക. അപ്പം എന്നെ കൊണ്ടുപോയി അവിടെ നിർത്തിയപ്പോൾ പണി മുഴുവൻ എനിക്ക്. അവിടുത്തെ ജോലിക്കാർ ഒന്നും ചെയ്യില്ല, സർക്കിട്ട് നടക്കുക. അപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നീ എന്താ അങ്ങനെ സർക്കിട്ട് നടക്കണം, ഞാൻ എല്ലാ പണിയും ചെയ്യും, നിനക്ക് 2 ശമ്പളം കൂടുതലല്ലേ തരുന്നത്, അത് കാരണമാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് തർക്കിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കണില്ലേ, പോവുകയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരാഴ്ച നിന്നപ്പോൾ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കില്ല, നിൻ്റെ ഹദ്ദാമ ശരിയല്ല, അവളിങ്ങനെ സർക്കിട്ട് നടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പോൺസർ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് 2 മാസം നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാശി പിടിച്ച് അങ്ങനെ പൈസ മേടിച്ചപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ സ്പോൺസറുടെ വീട്ടിലേക്കല്ല ഞാൻ പോയത് എനിക്ക് ആദ്യം ഒരു സ്പോൺസർ അറബി ഉണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിൽ വയ്യാത്ത കുട്ടീനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ.
അവരെ വീട്ടിലേക്ക് ഞാൻ അവിടെ നിന്ന് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ നിൽക്കുന്ന ജോലിക്കാരൊക്കെ പോവുകയാണ്. ഞാൻ ചെന്നപ്പോൾ സന്തോഷമായി. ലൈല അന്ന് ഇവിടെ നിന്ന് ലൈല അടുത്ത വീട്ടിലൊക്കെ പണിയെടുത്ത് ഇവിടെ റൂമുണ്ട്, ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് 2 ദിവസം നിന്നു. 2 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഇവിടെ, കൂട്ടുകാരിയുണ്ട് ഇവിടെ അടുത്ത്, അവിടെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു താത്തയാണ്. ആ താത്ത വീട് വാടകയ്ക്ക് കൊടുക്കുക, ഓരോ റൂമുകളാക്കി തിരിച്ച് വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ താത്തോട് പറഞ്ഞു, താത്ത ഞാൻ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്നോട് താത്ത പറഞ്ഞ ഒരു കാര്യം ചെയ്തോ, നീ കൊല്ലംകാരി താത്തയാണ്. എന്നോട് പറഞ്ഞു, താത്ത നീ ഒരു കാര്യം ചെയ്തോ, നീ എവിടേക്കും പോകേണ്ടത്, ഇവിടെ റൂമുണ്ട്, 40 റിയാൽ തന്നാൽ മതി, നീ റൂം എടുത്ത് നിനക്ക് പാർട്ട് ടൈം പണി കിട്ടും. അത് കിട്ടിയിട്ട് നീ അങ്ങനെ സുഖമായി നിന്ന് ഞാൻ ആരുടെയും കാക്ക പോയി കിടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ ശരി എന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അറബിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരിയാണ്, സഹോദരി ചെല്ലാൻ പറഞ്ഞെന്നും പറഞ്ഞു. അവിടെ നിന്ന് തുണികളെടുത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് താത്തയായിട്ട് സംസാരിച്ച് അങ്ങനെ താത്ത അവിടെ നിന്ന് വീട് റൂം തന്നു. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ട് ടൈം പണിക്ക് എനിക്ക് വീടുകൾ കിട്ടിയിട്ടാണ് അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഗൾഫ് ജീവിതത്തിലെ വിശേഷം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഇത് ചാറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എൻ്റെ ഗൾഫ് ജീവിതത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും. ഓക്കെ.